അമേരിക്കയുമായുള്ള വാണിജ്യ കരാറിൽ പാർലമെന്റിൽ ആദ്യ പ്രതികരണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കരാറിലൂടെ ഇന്ത്യ പുരോഗതിയിലേക്ക് കുതിക്കുകയാണെന്നും രാജ്യത്തെ യുവാക്കൾക്ക് നേട്ടം ലഭിക്കുമെന്നും നരേന്ദ്രമോദി അവകാശപ്പെട്ടു. രാജ്യസഭയിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള പ്രമേയത്തിൽ മറുപടി പറയുകയായിരുന്നു പ്രധാനമന്ത്രി. अमेरिका के साथ अभी अभी हुआ जो ट्रेड डील हो और कल हमारे पीयूष जी ने सदन में विस्तृत जानकारी भी दी है और पूरा विश्व खुल करके इस ट्रेड डील का तारीफ कर रहा है. अमेरिका के साथ ट्रेड डील होने के बाद विश्व को और भरोसा हो गया कि जो स्थिरता के एहसास हो रहा था अब गति का भी एहसास होने लगा है. विश्व के लिए शुभ संकेत. इसका सबसे बड़ा लाभ हमारे देश के नौजवानों को होगा. പ്രധാനമന്ത്രി രാജ്യസഭയിൽ എത്തിയപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തു. Nothing will go on record except the Prime Minister's speech. हर क्षेत्र में समाज के हर वर्ग को उनके जीवन में. പ്രധാനമന്ത്രി പ്രസംഗം തുടർന്നതോടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, രാജ്യസഭയിൽ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം സുദീർഘമായ പ്രസംഗമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് US വ്യാപാര കരാർ അവിടെ പ്രധാനമന്ത്രി പരാമർശിച്ചു എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിലൂടെ കരാർ പ്രഖ്യാപിച്ച ഡൊണാൾഡ് ട്രംപ്, അതിന് പിന്നാലെ അത് ഏറ്റെടുക്കുന്ന പ്രതിപക്ഷം, സഭയിൽ ഉണ്ടായ പ്രതിപക്ഷ ബഹളം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത് തുടരുകയായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി മറുപടി പ്രസംഗത്തിൽ ആ കരാർ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ മണിക്കൂറിൽ. അതോടൊപ്പം തന്നെ കൂടുതലായി ഒന്നും പറയാൻ പ്രധാനമന്ത്രി തയ്യാറായതുമില്ല. എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിലെ തന്റെ മറുപടി പ്രസംഗത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റിനകത്തും പുറത്തും വിവാദമായ വിഷയങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം പരാമർശം നടത്തി. ഇതുവരെയും 1 മണിക്കൂർ പിന്നിട്ട പ്രസംഗത്തിൽ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. US വ്യാപാര കരാർ കഴിഞ്ഞ 4 ദിവസമായി പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ആ കരാറിനെ കുറിച്ച് പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചു. നിരവധി രാജ്യങ്ങളുമായി ഇന്ത്യ കരാറിൽ ഒപ്പുവെക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ 9 വലിയ രാജ്യങ്ങളുമായി ഇന്ത്യ ഇതിനകം തന്നെ കരാറിൽ എത്തിയിരിക്കുന്നു. കരാറുകളുടെ മാതാവ് എന്ന് അറിയപ്പെടുന്ന യൂറോപ്യൻ യൂണിയനുമായുള്ള കരാർ പ്രധാനമന്ത്രി പരാമർശിച്ചു. ആ കരാറിൽ ഒപ്പുവെച്ചതോടെ രാജ്യം ലോകരാജ്യങ്ങൾക്കിടയിൽ സ്ഥിരത കൈവരിച്ചു. US-ഉമായുള്ള കരാറിൽ ധാരണയിലെത്തിയതോടെ രാജ്യം പുരോഗതിയിലേക്ക് അതിവേഗം കുതിക്കുകയാണ് എന്നും രാജ്യത്തെ യുവാക്കൾക്ക് അതിനുള്ള വലിയ അവസരങ്ങളാണ് ഇതോടെ തുറന്നു കൊടുക്കപ്പെടുന്നത് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഒപ്പം തന്നെ പ്രതിപക്ഷം ഭരണകാലത്ത് ഉണ്ടായ ഭരണ പരാജയങ്ങൾ, അത് ആസൂത്രണ കമ്മീഷൻ ഉണ്ടാക്കിയ സങ്കീർണതകൾ മുഴുവനായും തങ്ങൾക്ക് അവസരം ലഭിച്ച 2014 തിരുത്തുന്നതിനായി നടപടികൾ ഉണ്ടായി തൻ്റെ ഭാഗത്തു നിന്നും. ഒപ്പം തന്നെ ചെറുകിട കർഷകർക്ക്, തൊഴിലാളികൾക്ക്, യുവാക്കൾക്ക് അടക്കമുള്ളവർക്ക് നൽകിയ, അവർക്ക് വേണ്ടി പ്രഖ്യാപിച്ച പദ്ധതികളുടെ നേട്ടം, അതിലൂടെ വിതരണം ചെയ്ത പണത്തിന്റെ കണക്ക് ഉൾപ്പെടെയുള്ളവ പ്രധാനമന്ത്രി എണ്ണിപ്പറഞ്ഞു. പ്രതിപക്ഷത്തെ വിമർശിക്കുന്നതോടൊപ്പം തന്നെ പരിഹസിക്കാനും പ്രധാനമന്ത്രി ഈ പ്രസംഗത്തിൽ സമയം വിനിയോഗിച്ചു എന്നുള്ളതാണ് ശ്രദ്ധേയം. കഴിഞ്ഞ ദിവസം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സുപ്രീം കോടതിയിൽ നേരിട്ടെത്തി വാദം നടത്തിയതിനെയും പ്രധാനമന്ത്രി വിമർശിച്ചു. നുഴഞ്ഞുകയറ്റക്കാർക്ക് വേണ്ടി ചിലർ കോടതിയിൽ ഹാജരാകുന്നു, വക്കീലാകുന്നു എന്ന പരാമർശമാണ് പ്രധാനമന്ത്രി നടത്തിയത്. ഒപ്പം ലോക്സഭയിൽ ഉണ്ടായ സംഘർഷം, അത് ഹൃദയഭേദകം എന്ന പ്രതികരണവും പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ നടത്തി. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ വിശദാംശങ്ങൾ നൽകിയത്. ഇന്ത്യ US വ്യാപാര കരാർ പരാമർശിച്ചായിരുന്നു മറുപടി പ്രസംഗം. പക്ഷേ ഇന്ത്യ പുരോഗതിയിലേക്ക് നയിക്കപ്പെടും. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പ്രധാനമന്ത്രി പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുമില്ല എന്നതും ശ്രദ്ധേയമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.